ഹലോ, ഞാൻ ഡോക്ടർ സിജു, ഇൻറ്റൻസിവിസ്റ്റ് ആൻഡ് അനസ്തേഷ്യോളജിസ്റ്റ്, സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ, മഞ്ഞുമൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന അലർജിക് റിയാക്ഷൻസിനെ പറ്റിയാണ്. നമ്മൾ കുറേ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു പദാർത്ഥത്തിനോട് അലർജി ഉണ്ടാവും. ചിലർക്ക് മരുന്നിനോടായിരിക്കും, ചിലർക്ക് ചില ഭക്ഷണ സാധനങ്ങളിനോടായിരിക്കും. ഇത് നമ്മുടെ ലൈഫ് ടൈമിൽ ഏത് സമയവും ഈ അലർജി വരാം. ഏതെങ്കിലും ഒരു സാധനത്തിനോട് നമുക്ക് അലർജിക് റിയാക്ഷൻ വരുമ്പോൾ ആദ്യത്തെ സിംറ്റം എന്ന് വെച്ചാൽ മിക്കപ്പോഴും നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലായിട്ട് തോന്നും. അതുപോലെ തന്നെ ചെറുതായിട്ട് റാഷസ് തുടങ്ങും. ഇതായിരിക്കും മിക്കപ്പോഴും ഫസ്റ്റ് സ്റ്റാർട്ടിങ് സൈൻസ്. നെക്സ്റ്റ് സ്റ്റേജിലായിട്ടായിരിക്കും നമ്മുടെ ഒരു കോൾഡ് പറഞ്ഞ പോലെ നേസൽ സ്റ്റഫിനെസ് വരും, കണ്ണിൽ റെഡ്നെസ് വരും, നമ്മുടെ മ്യൂക്കോസ എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ട്, നാവ്, അതിലൊക്കെ കുറച്ച് നീർക്കെട്ട് വരുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ഇവിടം തൊട്ടാണ് ഡേഞ്ചർ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത സിംറ്റം എന്ന് വെച്ചാൽ നമുക്ക് ശ്വാസമുട്ടൽ വരുവാൻ, അതുപോലെ തന്നെ BP താഴ്ന്നു പോകുന്ന കാരണം കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ബോധക്ഷയം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഈ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമുക്ക് പതുക്കെ സ്കിന്നിൽ ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടുന്നു, ചെറുതായിട്ട് റാഷ് കാണുന്നു. ആ സിറ്റുവേഷനിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ കെയർ സീക്ക് ചെയ്യണം. ബിക്കോസ് നമുക്ക് ശ്വാസമുട്ടൽ ആ ഒരു സ്റ്റേജിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഓക്സിജനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ആവശ്യം വരും. അപ്പോൾ ആ സ്റ്റേജിന് നമ്മൾ ഈ അനഫിലാക്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. അലർജി ഉള്ള ആൾക്കാർ എപ്പോഴും അവരുടെ പേഴ്സിൽ അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ ഏത് മെഡിസിൻസിനോടാ അല്ലെങ്കിൽ ഏത് ഫുഡ് പ്രോഡക്റ്റിനോടാ അലർജി എന്ന് വെച്ചാൽ എഴുതി ഒരു കാർഡായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ പോലും ഇത് പേഴ്സൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് ഐഡൻറ്റിഫിക്കേഷനൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ അലർജി കാർഡും നോട്ടീസ് ചെയ്യണ കാരണം കൊണ്ട് നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ അറിയാണ്ട് ഈ മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യണ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.